ഗുഡ് മോർണിംഗ് പൊന്നു. പൊന്നു നല്ല സുഖത്തിൽ ഉറങ്ങുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മോർണിംഗിൻ്റെ അവസ്ഥ. ഇന്നലെ രാത്രി നല്ല അടിപൊളി മഴയാണ്. ഒന്നൊന്നര മഴ നാട് പോലെ ഉണ്ടായിരുന്നു. ഇനി എഴുന്നേറ്റോട് പൊന്നു. എന്നൊക്കെ രാവിലെ 5 മണിക്ക് എണീച്ചിരുന്നിട്ട് കുളിച്ചിരുന്നു. എന്തിനാന്നറിയില്ല. പൊന്നു ദുബായിലെ ടൈമിനനുസരിച്ചിട്ടാ ഓള് ഓക്കെ ആകുന്നുള്ളു. തന്നൊക്കെ ഇതാ നമ്മള് പത്തായ പോവാൻ വേണ്ടി തന്നൊക്കെ റെഡിയാ. പിന്നെ ഇതാണ് ഇപ്പുറത്തെ വിൻഡോന്ന് കാണുന്ന വ്യൂ. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. പൊന്നു ഇപ്പോൾ ഉറക്കത്താ തോന്നുമല്ലോ പൊന്നു. ഐഷാനു തന്നൂക്ക് ഉണ്ട് വരുന്നു. മന്ദ മന്ദ ഇതാണ് ഷാനുവിൻ്റെ പണി പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇന്ന് ബാങ്കോക്കിൽ നിന്ന് പത്തായിലേക്ക് പോവാണ്. ബൈ കാറാണ് പോണത്. അപ്പോൾ നമ്മളെ കാറ് വന്നിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു പട്ടായ. ഇതിങ്ങനെ പ്രത്യേകം കാണിക്കാനുള്ള റീസൺ എന്താണെന്ന് അറിയാം. ഇത് ആക്ച്വലി പൊന്നിൻ്റെ ബർത്ത്ഡേക്ക് ഷാനുൻ്റെ വക കൊടുത്ത ഗിഫ്റ്റായിരുന്നു. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൂടൂത്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് അപ്പോൾ കാറിലില്ലെങ്കിൽ നമുക്ക് ടെൻഷനില്ല. കാരണം എനിക്കും പൊന്നിനും കാറിൽ പോകുമ്പോൾ ഭയങ്കര നിർബന്ധം, അതായത് ട്രാവൽ ചെയ്യുമ്പോൾ ഭയങ്കര നിർബന്ധമാണ് ഈ മ്യൂസിക് കേൾക്കണമെന്ന്. അതും നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ. പിന്നെ ബാങ്കോക്ക് എന്ന് വെച്ചാൽ ശരിക്കും ഭയങ്കര എന്താ പറയുക, മെയിനായിട്ട് നല്ല ട്രാഫിക് ആയിരുന്നു. ഇതിപ്പോൾ നമ്മൾ പത്തായയിലേക്ക് പോകുമ്പോൾ ട്രാഫിക് എങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ശരിക്കും നമ്മൾ നാട്ടിൽ നിന്നൊരു യാത്ര പോവില്ലേ, അതേ ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ അതേ ഒരു ഫീൽ തന്നെയാണ് അവിടെ നമ്മൾ പത്തായയിലേക്ക് പോകുമ്പോൾ തോന്നിയത്. പക്ഷേ നല്ല വൃത്തി ഉണ്ടായിരുന്നു മൊത്തത്തിൽ. പിന്നെ നമ്മൾ ബാങ്കോക്കിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പട്ടായയിലേക്ക് 1.5 hours എടുക്കുന്നത് ട്രാഫിക് ഇല്ലെങ്കിൽ. ഇവിടെ നല്ലൊരു വെതർ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ എൻട്രൻസ്. ഹായ് പൊന്നൂസ്, ഹലോ. നമ്മൾ വെൽക്കം ഡ്രിങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തന്നുകാലം ടീഷർട്ട് അടിപൊളിയാണല്ലോ ഷാനു, കളർഫുൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ സ്വിമ്മിങ് പൂൾ. ഒന്നും കൂടുതൽ എൻജോയ് ചെയ്യാണ്ടായിരുന്നില്ല, ജസ്റ്റ് കാണാൻ പോവുക. ഇതാണ് നമ്മുടെ ടുക് ടുക്. അങ്ങനെ നമ്മുടെ ടുക് 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 യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. ഇത് ഗുഡ്സ്, പണ്ട് തേങ്ങ കൊണ്ടുപോകും. ഇതാണ് പട്ടായ. നമ്മളെ നാട് പോലെ തന്നെ, പക്ഷെ നല്ല നീറ്റാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ ടൈമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലഗേജസൊക്കെ അവിടെ വെച്ചിട്ട് റൂമിൽ കയറാണ്ടാണ് നമ്മളൊന്ന് മൊത്തം പട്ടായ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചു.
പത്തായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോവാണ്. ബോട്ടിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടോക്ക. ഒരാൾക്ക് 800 ബാത്ത്. അങ്ങനെ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. യെസ്, ഇതാ പൊന്നു ഇങ്ങനെ പൊട്ടിങ്ങൾ ഫ്രണ്ട് നോക്കട്ടെ. ഇതാ നല്ല രസമുണ്ടല്ലേ പൊന്നു. ഇത് നോക്കിയാ നല്ല രസമില്ലേ. ഷാനു നമ്മള് നാലാളിങ്ങനെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കണടാ. Did you open it like this with her? No. അങ്ങനെയാ മുടിച്ചു. ഹായ് പൊന്നുമ്പേ. പൊന്നൂസ്. ഹായ് തന്നൂസ്. അതാണ് പൊന്നൂര് വിളിച്ചോ. പൊന്നൂര് വേണ്ട വരും. അവർ കയറുമ്പോൾ ശ്രദ്ധിക്കാൻ പറയുന്നുണ്ടായിരുന്നു. 4 പേരും ഒരു ബാലൻസ് ചെയ്തിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കയറുമ്പം തന്നെ എവിടെ ഇരിക്കണമെന്ന് മനസ്സിലായിട്ട് കയറിയായിരുന്നു. ഹായ് ഷാനു. നമ്മളെ ശരിക്കും ബോട്ട് ഷെയ്ക്കാക്കുന്ന ആൾ പൊന്നുമായിരുന്നു. ആ I love how they're making them boats. എനിക്കൊന്നും അത് നേർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. പൊന്നുവിനോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യില്ല. കാരണം പൊന്നു ഇങ്ങനെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതിന് കണക്കായിട്ട് ബോട്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. There's a fish spa. എന്തായാലും ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നാൽ ഈ ഒരു ബോട്ടിങ് എന്തായാലും എടുക്കണം. ഇങ്ങനെ മൊത്തം നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു യാത്ര. പക്ഷേ കുറച്ചൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കണോ. ഇത് പൊന്നൂനെ പോലത്തെ ആരെങ്കിലും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇടങ്ങാറാവുന്നേ ഉള്ളൂ. പൊന്നൂസ് നോക്കട്ടെ. I'm ruined because of this ice cream. പൊന്നു ഐസ്ക്രീം കൊണ്ട് കിടക്കാറില്ല. പിന്നെ നമ്മൾ ബോട്ടിലിരിക്കുമ്പം തന്നെ അവർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കോപ്പി തരുന്നുണ്ട്. അത് ഇൻക്ലൂഡിങ് നമ്മൾ ബോട്ടിങ്ങിൽ തന്നെയുള്ള ഫ്രീ ആയിട്ടാണ് തരുന്നത്. അതിന് സെപ്പറേറ്റ് ഒന്നും വാങ്ങുന്നില്ല. ഇവിടെ വന്നിട്ട് കൂടുതൽ കഴിച്ചതാണ് മാംഗോ സ്റ്റിക്കി റൈസ്. നമുക്ക് റൈസ് ഇഷ്ടമായി. ഈ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോസും വീഡിയോസിനൊക്കെ പറ്റിയ ഒരു പ്ലേസാണ്. പിന്നെ പൊന്നിന് നല്ല ആഗ്രഹമായിരുന്നു ഫിഷ് സ്പാ ചെയ്യണമെന്ന്. ഞാനും ഇതുവരെ ചെയ്തിട്ടില്ല. കാരണം എനിക്കെന്തോ ഒരു ഫീലാവും അത് വന്നിട്ട് കടിക്കുമോ ആ ഫിഷ് എന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇത്തവണ പൊന്നിന് വേണ്ടി ചെയ്തു. ശരിക്കും നല്ല ഇക്കിളി ആവുന്നുണ്ടായിരുന്നു. ഷാനുവിൻ്റെ കാലിലൊന്നും അധികം ഫിഷ് വരുന്നതിൻ്റെ ഉണ്ടായിരുന്നില്ല. പൊന്നുൻ്റെ അങ്ങനെ വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ വന്നതാണ് നമ്മളെ തന്നൂക്കാൻ്റെ കാല്. അതിനെന്താ പറയല്, ഒരു ബിരിയാണി കിട്ടിയ അവസ്ഥയായിരുന്നു. എവിടെ പോയാലും ചായ കണ്ടുപിടിക്കുന്ന തന്നൂക്ക. ക്വാളിറ്റി ഐസ് ടീ അല്ലേ. ഇനി വന്നേരം ഒന്ന് ഉഷാറായി.
എന്തിനു വന്നെടുക്കാം? സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ മാക്സിമം ഒരു 2 hours സ്പെൻഡ് ചെയ്യുക അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ 3 hours മുകളിൽ നമ്മൾ അവിടെ നിന്നിരുന്നു. മൊത്തം കറങ്ങി നല്ല രസമുണ്ടായിരുന്നു. ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മൾ ടൈഗർ പാർക്കിലേക്ക് പോയി. അത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അതായത് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 5 minutes. അപ്പോൾ നമ്മൾ ടൈഗർ പാർക്കിൽ വന്ന് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു അത്യാവശ്യം വെയിറ്റിംഗ് ഉണ്ട് എന്നൊക്കെ. എന്തായാലും ഇങ്ങനെ ഒരു ചാൻസ് വേറെ കിട്ടില്ലല്ലോ ടൈഗേഴ്സിൻ്റെ കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ. ഒന്ന് പോലെ അതിനൊരു പേടിയില്ല. അനുഭവം തീരെ പേടിയില്ലല്ലോ. അങ്ങനെ സംഭവം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും നല്ല പേടിയുണ്ടായിരുന്നു. പാവല്ലേ? പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് പട്ടായ എലിഫൻറ്റ് വില്ലേജിലേക്കാണ്. അത്യാവശ്യം കുറച്ചൊരു 1/2 hour പോകാനുണ്ടായിരുന്നു ടുക്ടുക്കിൽ. രസമുണ്ടായിരുന്നു ആ ഒരു യാത്ര. അങ്ങനെ എലിഫന്റിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പൊന്നു നോക്കട്ടെ. ഷോമി പക്ഷെ ഇതന്നെയാന്ന് നമ്മൾ വിചാരിച്ച ഷാനു. ഇതന്നെ നമ്മൾ വിചാരിച്ചേ. ആ നമ്മൾ മാറിപ്പോയതാടാ. ഇതന്നെ ഞാൻ വിചാരിച്ച എലിഫന്റ് ഷോ തന്നെയായാലും. ആടെ ഷാനു ആരുടെ ഫോട്ടോ ആയി ആക്കിരണ്ടോ? നമ്മളൊരു ശരിക്കും ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പോയ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അയ്യോ കൊണ്ടിട്ട് പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് ഷോസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. അങ്ങനെ ആ ഷോ കാണുന്നിടയിൽ തന്നൂക്കിയും ഷാനുവും പോയിട്ട് ഇതാ ഒരു എലിഫൻറ്റ് റൈഡ് നടത്തി. കാരണം ഷാനു ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോയിട്ട് ചെയ്തു. നമ്മള് കറക്റ്റ് എത്തിയില്ലല്ലോ ഷാനു. സമാധാനായില്ലേ? I wasn't able to take a single photo.
കൊടുത്തോ പൊന്നു അവരോട് ചോദിച്ചിട്ട് പൊന്നു കൊടുക്കേ പൈസ കൊടുത്ത് നോക്കിയേ. അത് കൊടുക്കാൻ ആ പറ്റുമോ പൈസ അവർക്ക് കൊടുത്തു കണ്ടിരുന്നമ്മ. പൊന്നു കൊടുത്തോ ഒന്നും ചെയ്യുന്നില്ല ഓടിക്കണ്ട കേട്ടാ അതിന് പൈസ കൊടുത്തു കണ്ടിരുന്നത്. കൊടുക്കേ പൊന്നു അത് കൈയോടെ കൊടുക്കൂ കൊടുക്കേ എനിക്ക് പറയാനുണ്ട് കൊടുത്തോ കൊടുത്തോ അങ്ങനെ അവിടെയും കുറേ സമയം നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷം പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൂമിലേക്ക് പോവാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ജസ്റ്റ് അവിടെ ലഗേജ് വെച്ചിട്ട് പിന്നെ റൂമിൽ കയറിയിട്ടേ ഇല്ല. അപ്പോൾ ഒന്ന് കയറി ഒന്ന് ഫ്രഷായിട്ട് പിന്നെ നമുക്ക് പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. വെൽക്കം ഇതാണ് ബങ്ക് ബെഡ്. ഞാൻ താഴെ പോയിരുന്ന ഫുഡ് ഉണ്ടോ ചോദിച്ചോട്ടെ. ആ ചോദിച്ചു തരാം. അടിപൊളിയാണല്ലോ അവിടെ. അത് തുറന്നു തന്നോക്കെ അതൊന്ന് ഒപ്പണാക്കി പൊന്നു. എന്താണ് കാണാൻ നോക്കട്ടെ. I'm kind of scared to climb the ladder. എല്ലാവർക്കും ഓരോ ബെഡുണ്ട്. More balcony. ഓ ഇത് സ്വിമ്മിംഗ് പൂൾ. ഇതൊന്നും ഉപയോഗിക്കാത്ത നമ്മൾ. Wait, which bunk are you staying in? ആ എന്നാൽ ഓള് കയറി കിടന്നോട്ടോ. Ayyo, getting down. ഇതാണ് ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ. സംഭവം അടിപൊളി. Yeah, but it's so high and plus there was a bed in the middle of us. അതിനിടയ്ക്ക് ഇവിടെ അടിയാ. ആരാ മേലെ കിടക്കാൻ ആരാ താഴെ കിടക്കാൻ. I'm scared to go down. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി പത്തായ സിറ്റി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പത്തായ വാക്കിംഗ് സ്ട്രീറ്റ്. ഹായ് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇതെവിടെ കയറി പോകുന്നത്. എവിടെയാ പോകുന്നത് പൊന്നു? പത്തായ Street. വാക്കിംഗ് സ്ട്രീറ്റ്. തന്നൊക്കെ എവിടെ പോകുന്നത്? മസാജ്. നാട്ടില് മീൻസ് നമ്മൾ തലശ്ശേരി മായി നമ്മൾ കോഴിക്കോട്. ആ ഓർമ്മയില്ല. നമ്മളിതാ ഇതാണ് പത്തായ. പത്തായാണോ പട്ടായ? പട്ടായ ഭയങ്കര ഇങ്ങനെ വീക്ക് ഡേയ്സ് വീക്കെൻഡ് ഒന്നുമില്ല. നമ്മൾ സെർബിയ പോയപ്പോൾ വീക്കെൻഡ് അവിടെ അങ്ങനെ തന്നെ അല്ലേ? എവറി ഡേയ്സ് ഫ്രൈഡേ വന്നല്ലേ? അത് നോക്കണ്ട. ടാറ്റൂൻ്റെ എല്ലാം സ്ഥലം പൊന്നു. ആ ഇതിൽ ഇവിടെ എല്ലാം ടാറ്റൂൻ്റെ വലിയ സ്ഥലമല്ലേ? അങ്ങനെ നമ്മൾ വാക്കിംഗ് സ്ട്രീറ്റിലെത്തി. വെൽക്കം ടു പട്ടായ സിറ്റി.
കുറച്ചു നേരം അവിടുന്ന് നടന്നു, പിന്നെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിച്ചു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സത്യം പറഞ്ഞാൽ മോർണിംഗ് ഇറങ്ങിയോണ്ട് നല്ല ടയർഡായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഇനി തായ്ലാൻഡിൽ പോയ ഫുക്കറ്റ്, ക്രാബി അതിൻ്റെയൊക്കെ വീഡിയോസ് ഉടൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു Subscribe, like, share, comment, and don't forget to hit the bell button. Ding ding. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ തായ്ലാൻഡ് വിശേഷങ്ങളുമായി വരുന്നത് വരെ Masalama.